ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചവറ്റുകുട്ടയിൽ നിന്ന് ബില്യണറായ ഒരു മനുഷ്യൻ്റെ കഥ പറയാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയ പട്ടണത്തിൽ നിന്ന് സ്കൂൾ ഡ്രോപ്പ് ഔട്ടായ ഒരു ചെറിയ പയ്യൻ, പഴയ ഇരുമ്പ് കഷ്ണങ്ങൾ വിറ്റ് ജീവിച്ച ഒരാൾ, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൈനിങ് സാമ്രാജ്യത്തിൻ്റെ ഉടമ, 40,000 കോടിയിലധികം സ്വത്ത്. ഇത് സിനിമാ കഥയല്ല, ഇത് അനിൽ അഗർവാളിൻ്റെ യഥാർത്ഥ ജീവിത കഥയാണ്. 1954 ബീഹാറിലെ പട്നയിൽ ഒരു ഇടത്തരം മാർവാടി കുടുംബത്തിലാണ് അനിൽ ജനിച്ചത്. അച്ഛൻ ഒരു ചെറിയ അലൂമിനിയം കണ്ടക്ടർ ബിസിനസ് നടത്തിയിരുന്നു. ഇന്ന് നമ്മൾ സ്റ്റാർട്ടപ്പ് കൾച്ചർ എന്ന് വിളിക്കുന്ന ആ ചിന്ത അനിലിൻ്റെ ചോരയിൽ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം, പഠിക്കാൻ ഒട്ടും ഇഷ്ടമല്ല, കോളേജ് ഡ്രോപ്പ് ഔട്ടും. ഇന്ന് പലരും ചോദിക്കും, ഡിഗ്രി ഇല്ലാതെ എന്ത് ചെയ്യും? അനിൽ അഗർവാൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം 50 വർഷം കൊണ്ട് തെളിയിച്ചു. 19 വയസ്സുള്ളപ്പോൾ ഒരു ചെറിയ ബാഗ് മാത്രം കയ്യിലെടുത്ത് അനിൽ പാട്നയിൽ നിന്ന് മുംബൈയിലേക്ക് ട്രെയിൻ കയറി. കയ്യിലാണെങ്കിൽ വെറും 500 രൂപ. ഭാഷ അറിയത്തില്ല, മുംബൈയിൽ ആരും പരിചയക്കാരുമില്ല, ഭാവിയെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. മുംബൈ അദ്ദേഹത്തെ സ്വീകരിച്ചത് തള്ളലോടെയാണ്. ആദ്യ ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിൽ പണമില്ല. അങ്ങനെ അദ്ദേഹം മുംബൈ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചത്. വീടില്ലാത്ത, ബന്ധുക്കളില്ലാത്ത ആളുകൾ, അവരെങ്ങനെയാണ് ഈ മുംബൈ തെരുവുകളിൽ ഭക്ഷണം കഴിക്കുന്നത്, ജീവിക്കുന്നത്? അദ്ദേഹം അത് ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അവർ റോഡിൻ്റെ സൈഡിൽ കിടക്കുന്ന പഴയ സ്ക്രാപ്പ് ഐറ്റംസ് അല്ലെങ്കിൽ ആക്രി സാധനങ്ങൾ പറക്കി വിറ്റാണ് ആ മനുഷ്യർ ജീവിക്കുന്നത്. അപ്പോൾ അനിലിനൊരു കാര്യം മനസ്സിലായി, ഈ റോഡിൻ്റെ സൈഡിൽ കിടക്കുന്ന പഴയ കുപ്പികളും പാട്ടകളും തുടങ്ങിയ പഴയ ആക്രി സാധനങ്ങൾ, ഇത് കളയേണ്ട വെറും വേസ്റ്റുകളല്ല, ഇത് വളരെ വാല്യൂ ഉള്ള കാര്യമാണെന്ന് അനിൽ അഗർവാളിന് മനസ്സിലായി. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാനുണ്ടായ ആദ്യത്തെ സംഭവം. അങ്ങനെ ആക്രി സാധനങ്ങൾക്ക് അല്ലെങ്കിൽ സ്ക്രാപ്പ് സാധനങ്ങൾക്ക് അദ്ദേഹം വാല്യൂ കണ്ടു. അങ്ങനെ പഴയ ഇരുമ്പ്, കോപ്പർ, അലുമിനിയം ഇതൊക്കെ ശേഖരിച്ച് വിൽക്കാൻ തുടങ്ങി. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബിസിനസ്. 1976 തൻ്റെ 22ാമത്തെ വയസ്സിൽ അനിൽ സ്റ്റാർലൈറ്റ് ഇൻഡസ്ട്രീസ് തുടങ്ങി. കോപ്പർ കേബിൾസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ചെറിയ ഫാക്ടറി. ആദ്യ ദിവസം ഫാക്ടറിയിൽ മെഷീനറി ഒന്നുമില്ല. കയ്യിലാണെങ്കിലോ ആക്രി കച്ചവടം ചെയ്തുണ്ടാക്കിയ കുറച്ച് പണം മാത്രം. വലിയ എക്സ്പീരിയൻസും ഇല്ല. പക്ഷേ അദ്ദേഹത്തിന് ഒടുങ്ങാത്ത ആഗ്രഹമുണ്ടായിരുന്നു. ലോൺ എടുത്തും റിസ്ക് എടുത്തും ഉറക്കം ഉപേക്ഷിച്ചും അദ്ദേഹം വളരെയധികം കഠിനാധ്വാനം ചെയ്തു. ഒരിക്കൽ ഫാക്ടറിയിലെ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യാൻ പോലും പണമില്ലാത്തൊരവസ്ഥ. തൊഴിലാളികളെല്ലാം ഭയപ്പെട്ടു, ഈ കമ്പനി അടച്ചു പൂട്ടുമോ, നമ്മുടെ ജോലി നഷ്ടപ്പെടുമോ? അപ്പോഴും അനിൽ അഗർവാൾ തൊഴിലാളികളോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, നാളെ ഞാനൊരു മാർഗം കണ്ടെത്തും. അവസാനം അദ്ദേഹം ആ ബിസിനസ്സിലും വിജയിച്ചു. അങ്ങനെ അദ്ദേഹം തൻ്റെ ജീവിതം അടുത്ത സ്റ്റേജിലോട്ട് കൊണ്ടുപോയി. 1990കളായപ്പോൾ അനിൽ അഗർവാൾ തൻ്റെ ബിസിനസ് ഇന്ത്യയിൽ നിന്ന് UK വ്യാപിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വെച്ചടി കയറ്റം മാത്രമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളർച്ച ശത്രുക്കൾ പോലും അസൂയയോടെയാണ് നോക്കിക്കണ്ടത്. ആ 19കാരൻ പാട്നയിൽ നിന്ന് മുംബൈയിലേക്ക് 500 രൂപയും കയ്യിൽ വെച്ച് ട്രെയിൻ കയറുമ്പോൾ ആരും വിചാരിച്ചിരിക്കില്ല അയാൾ ഒരു ദിവസം ലണ്ടൻ എക്സ്ചേഞ്ചിൽ ഇന്ത്യയുടെ ഫ്ലാഗ് നാട്ടുമെന്ന്. നിങ്ങളെ ആളുകൾ പുച്ഛിക്കുന്നുണ്ടോ? എങ്കിൽ വിഷമിക്കണ്ട. മുംബൈ തെരുവുകളിൽ അനിൽ അഗർവാൾ ആക്രി പറക്കി നടന്നപ്പോൾ അദ്ദേഹത്തെയും ആളുകൾ പുച്ഛിച്ചു. പക്ഷേ അദ്ദേഹത്തിന് തീക്ഷ്ണമായ ഒരാഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം കൊണ്ട് തന്നെ പാട്ടപറക്കിയിൽ നിന്ന് അദ്ദേഹം ഇന്ന് ശതകോടീശ്വരനായി മാറി. അതുപോലെ നിങ്ങൾക്കും സാധിക്കും. അനിൽ അഗർവാളിൻ്റെ ഈ ഒരു സക്സസ് സ്റ്റോറി നിങ്ങൾക്ക് പ്രചോദനമായെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ. ശരി സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.